അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂഫി വര്യനായ ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് വളരെ വിഷമത്തിലിരിക്കുന്ന ഒരാളെ അദ്ദേഹം കാണുകയുണ്ടായി. ആ മനുഷ്യനോട് ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വളരെ ദുഃഖിച്ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് തീരെ പണമില്ല, എനിക്ക് നല്ലൊരു ജോലിയില്ല, എനിക്ക് സൗകര്യങ്ങളൊന്നുമില്ല, എനിക്ക് അള്ളാഹു ഒന്നും തരുന്നുമില്ല. ഇത് കേട്ടപ്പോൾ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, നിങ്ങളുടെ ഈ കണ്ണ് വിൽക്കപ്പെടുമോ? ഈ കണ്ണിന് എന്ത് വിലയാണ് ഞാൻ തരേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കണ്ണ് വിൽക്കുകയോ? ഇല്ല, ഇത് ഞാൻ വിൽക്കുകയില്ല. അപ്പോൾ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, എന്നാൽ നിങ്ങളുടെ കൈ തരിക, നിങ്ങളുടെ കൈക്ക് എന്ത് വിലയാണ് ഞാൻ തരേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൈയും ഞാൻ വിൽക്കുകയില്ല, ഇതും വിൽക്കാനുള്ളതല്ല. അപ്പോൾ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് കൈയും കണ്ണും ചെവിയും ഹൃദയവും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദരിദ്രനല്ല. നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക, എന്നാൽ നിങ്ങൾക്ക് അള്ളാഹു തആല കൂടുതൽ തരികയും ചെയ്യും. അതുകൊണ്ട് നിനക്കുള്ളതിനെ നീ കാണാൻ പഠിക്കുക. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ അവയവങ്ങളാണ്. നമുക്ക് തന്നതിന് നാം നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് കൂടുതൽ നിഅമത്ത് ചെയ്യുക തന്നെ ചെയ്യും. ലൈൻ ശകർത്തും ലഅസീദന്നകും എന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നതിൽ നിങ്ങൾ നന്ദി കാണിക്കുക, എന്നാൽ ഞാൻ കൂടുതൽ നിങ്ങൾക്ക് തരും എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ചാനൽ വീക്ഷിക്കുന്ന എല്ലാവർക്കും ദീർഘായുസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.